ഹായ് ഓൾ, വെൽക്കം ടു എയ്സ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് പോലെ അല്ലെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് പോലെ ടെന്നീസിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വേൾഡ് കപ്പിന് സമാനമായിട്ടുള്ള ടെന്നീസിലെ വേൾഡ് കപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൂർണമെൻറ്റാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? PSCയുടെ മുൻകാല ചോദ്യമാണ് അല്ലേ. ടെന്നീസുമായി ബന്ധപ്പെട്ട പദമാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ പ്രധാനമായിട്ടും 4 ഗ്രാൻഡ് സ്ലാം ആണ് നടക്കുക. 2025 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും കഴിഞ്ഞു. അപ്പോൾ അതിൽ ആരാണ് പുരുഷ വിജയി, ആരാണ് വനിതാ വിജയി എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. പലപ്പോഴും പലർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ കൂടിയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടേബിളൈസ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. സോ സ്പോർട്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ. സോ 2025 ഗ്രാൻഡ് സ്ലാം വിന്നേഴ്സ് ടേബിളൈസ് ചെയ്ത ഒരു PPT ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേരുകൾ വ്യക്തമാകുന്നെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനത് പേര് പ്രൊനൗൺസ് ചെയ്യാം, കൃത്യമായിട്ടത് നോട്ട് ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഈ ഗ്രാൻഡ് സ്ലാം വിന്നേഴ്സ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിജയ് ഒക്കെ എടുത്ത് ചോദിച്ചിരുന്നു, പല എക്സാമ്പിളായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രാൻഡ് സ്ലാമിൻ്റെ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു ജനറൽ ക്വസ്റ്റ്യനായിട്ട് സ്പോർട്സിൻ്റെ ഭാഗത്ത് ജനറൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് നടക്കുക. ഓക്കെ, അത് മനസ്സിലാക്കുക. ഒരു കലണ്ടർ വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് നടക്കുക. അതിൽ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. എ കൊണ്ട് തന്നെയല്ലേ തുടങ്ങുന്നത് അല്ലേ, ഓസ്ട്രേലിയൻ അല്ലേ. ഫസ്റ്റ് ലെറ്റർ ആണല്ലോ എ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ആണ് ഫ്രഞ്ച് ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞാൽ ഫ്രഞ്ച് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഓപ്പൺ. ഈ ഫ്രഞ്ച് ഓപ്പൺ ആണ് രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം. കളിമൺ കോർട്ടിൽ കളിക്കുന്ന, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കളിമൺ കോർട്ടിൽ, ക്ലേ എന്നൊക്കെ പറയത്തില്ലേ, കളിമൺ കോർട്ടിൽ കളിക്കുന്ന ഗ്രാൻഡ് സ്ലാം കൂടിയാണ് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത് കേട്ടോ. കളിമൺ കോർട്ടിൽ കളിക്കുന്ന ഒരു ഗ്രാൻഡ് സ്ലാം ആണ് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. ഇനി വിംബിൾഡൺ, വളരെ പുരാതനമായിട്ടുള്ള ഒരു വളരെ പ്രശസ്തിയിൽ വിംബിൾഡണിലൊക്കെ ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് പഠിക്കുന്ന ഒരു പ്രതീതിയാണ്. ഈ ടെന്നീസ് കളിക്കുന്ന ടെന്നീസ് പ്ലേയേഴ്സൊക്കെ എല്ലാവരും വൈറ്റ് ഡ്രസ്സിലാണ് ഈ വിംബിൾഡൺ കളിക്കുക. മാത്രമല്ല വൈറ്റ് കേട്ടോ, മനസ്സിലാക്കുക, വൈറ്റ്. വിംബിൾഡൺ തന്നെ ഒരു W വൈറ്റ് W എന്ന് പറയുമ്പോൾ വൈറ്റ് അല്ലേ, വൈറ്റ് തുടങ്ങുന്നു W ഇട്ടിട്ടാണ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. വിംബിൾഡൺ എന്ന് പറയുന്ന വാക്ക് തുടങ്ങുന്നതും W എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക, എല്ലാ പ്ലേയേഴ്സും വൈറ്റ് ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ഈ ഏത് മത്സരം നടക്കുക, വിംബിൾഡൺ നടക്കുക. അതുപോലെ തന്നെ പച്ചപ്പുൽ അല്ലെങ്കിൽ നമ്മൾ പച്ചപ്പുൽ എന്നൊക്കെ പറയില്ലേ, ആ പച്ചപ്പുല്ല് നടക്കുന്ന ഒരു ഗ്രാൻഡ് സ്ലാം ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിംബിൾഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ക്ലേയിലാണെങ്കിൽ കളിമൺ കോർട്ടിലാണെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ ആണ്. വിംബിൾഡൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടുന്നുണ്ട്. അതുപോലെ എന്താണ്, പച്ചപ്പുല്ല് കളിക്കുന്ന ഒരു ഗ്രാൻഡ് സ്ലാം കൂടിയാണ് വിംബിൾഡൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ US ഓപ്പൺ ആണ്. US ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് സ്ലാം കൂടിയാണ്. US ഓപ്പണിൻ്റെ ആ ഒരു സമ്മാനത്തുക റീസെൻ്റ് ആയിട്ടാണ് ഉയർത്തിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ആ ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം കൂടിയാണ് US ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഗ്രാൻഡ് സ്ലാമിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെങ്കിൽ ഒരു കലണ്ടർ വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ്. രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പണിൻ്റെ പ്രത്യേകത എന്താണ്? കളിമൺ കോർട്ടിൽ നടക്കുന്ന ആ ഒരു ഗ്രാൻഡ് സ്ലാം ആണ് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. ഇനി വിംബിൾഡണിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ, വൈറ്റ് ഡ്രസ് ഇട്ടാണ് പ്ലേയേഴ്സ് കളിക്കുക. അതുപോലെ തന്നെ എന്താണ്, പച്ചപ്പുല്ല് കളിക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ് വിംബിൾഡൺ എന്ന് പറയുന്നത്. US ഓപ്പൺ ആണെങ്കിലോ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ് വിംബിൾഡൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് ഉള്ള ഗ്രാൻഡ് സ്ലാം, ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ഉള്ള ഗ്രാൻഡ് സ്ലാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് US ഓപ്പൺ ആണ്. ഈ പ്രത്യേകത അറിഞ്ഞിരിക്കുക. മേ ബി ഇതൊരു ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്, ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ വിന്നേഴ്സ് ആണ്.
ഓക്കെ, അപ്പോൾ പുരുഷന്മാരെ വിന്നേഴ്സ് പഠിക്കാൻ ഒരു പണിയില്ല. കാരണം രണ്ടുപേര് ആൾട്ടർനേറ്റീവായിട്ട് വരുവാണ്. നോക്കിക്കേ, ഞാൻ ആദ്യം പുരുഷന്മാരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വനിതകളുടെ 4 ഗ്രാൻഡ് സ്ലാമിലും 4 വിജയികളാണ്. ഓക്കെ, അപ്പോൾ പുരുഷന്മാരുടെ കാര്യം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആരാണ് വിജയി എന്ന് പറയുന്നത്? യാനിക് സിന്നർ എന്ന് പറയുന്ന ഇറ്റലിക്കാരനാണ്. ജാനിക് എന്ന് എഴുതിയെങ്കിലും യാനിക് എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. യാനിക് സിന്നർ എന്ന് പറയുന്ന ഇറ്റലിക്കാരനാണ് വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന സ്പെയിൻ താരമാണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് എന്നാണ് സ്പാനിഷ് താരമാണ്. ഇനി യാനിക് സിന്നർ ആണെങ്കിലോ ഇറ്റലിക്കാരനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുവാണ്. അടുത്ത ഗ്രാൻഡ് സ്ലാം ഏതാണ്? വിംബിൾഡൺ ആണ്. അവിടെ യാനിക് സിന്നർ തന്നെ. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിച്ച അതേ യാനിക് സിന്നർ തന്നെയാണ് വിംബിൾഡണിലെയും വിജയ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ഈ ഒരു US ഓപ്പണിൽ ആരാണ് വിജയ്? കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരികയാണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ യാനിക് സിന്നർ, ദെൻ ഫ്രഞ്ചിലാണെങ്കിൽ കാർലോസ് അൽക്കാരസ്, വൺസ് അഗൈൻ വിംബിൾഡൺ ആണെങ്കിൽ യാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ് പിന്നെന്താണ് US ഓപ്പൺ ആണെങ്കിൽ കാർലോസ് അൽക്കാരസ്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് മെൻസിൻ്റെ വിന്നേഴ്സ് വരുന്നത്. അപ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. യാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്, യാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്. സെറ്റാണല്ലോ. ഇനി വനിതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞിരുന്നു 4 ഗ്രാൻഡ് സ്ലാമിനും 4 വ്യത്യസ്ത വിജയികളാണ്. സോ അതുകൊണ്ട് തന്നെ വിമൺ സിംഗിൾസ് വിന്നർ അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഡിസൺ കെയ്സ് എന്ന് പറയുന്ന അമേരിക്കക്കാരിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പണിൽ വിന്നർ ആരാണ്? മാഡിസൺ കെയ്സ് ആണ്, അമേരിക്കക്കാരിയാണ്. ഇനി ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിൽ കൊക്കോ ഗാഫ് എന്ന് പറയുന്ന വൺസ് അഗൈൻ അമേരിക്കക്കാരി തന്നെയാണ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ മാഡിസൺ കെയ്സ് ഓസ്ട്രേലിയൻ ഓപ്പൺ, കൊക്കോ ഗാഫ് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഇനി വിംബിൾഡണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗാ സ്വിയാടെക് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ വിജയിയാണ് ഇഗാ സ്വിയാടെക്. ഓക്കെ, ഇഗാ സ്വിയാടെക് ആണ് വിംബിൾഡൺ 2025 വിജേതാവെന്ന് പറയുന്നത്. പോളിഷ് താരമാണ്, പോളിഷ് താരം, പോളണ്ട്. ഇനി അരിയാന സബലങ്ക US ഓപ്പണിലെ വിന്നറാണ്. അരിയാന സബലങ്ക ബെലാറസുകാരിയാണ്. അപ്പോൾ 4 ഡിഫറെൻറ്റ് വിന്നേഴ്സാണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ മാഡിസൺ കെയ്സ്, അതുപോലെ തന്നെ കൊക്കോ ഗാഫ് ആണെങ്കിൽ ഫ്രഞ്ച് ഓപ്പണിലാണ്, അതുപോലെ തന്നെ ഇഗാ സ്വിയാടെക് ആണെങ്കിൽ വിംബിൾഡണിലാണ്, US ഓപ്പണിൽ അരിയാന സബലങ്ക. ഈ 4 ഡിഫറെൻറ്റ് വിന്നേഴ്സാണ്. പേര് പഠിച്ചിരിക്കുക. മാഡിസൺ കെയ്സ്, കൊക്കോ ഗോഫ്, ഇഗാ സ്വിയാടെക്, അരിയാന സബലങ്ക. ക്ലിയർ ആണല്ലോ? അപ്പോൾ മെൻസ് ആൻഡ് വിമൻസ് വിന്നേഴ്സ് ആണ്. പിന്നെ ഇന്ത്യക്കാർക്കൊന്നും ഡബിൾസ് കാറ്റഗറിയിലൊന്നും അവാർഡ് കിട്ടിയിട്ടില്ല, ഗ്രാൻഡ് സ്ലാം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡോ ലഭിച്ചിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളത് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കാറ് മെൻ സിംഗിൾസും വിമൻ സിംഗിൾസ് ആണ്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ ഗ്രാൻഡ് സ്ലാമിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇതുപോലെയാണ് ഓരോ ടോപ്പിക്കും, അത് ഏത് ക്ലാസ്സുകളായിക്കോട്ടെ, ജനറൽ PSC ക്ലാസ്സുകളായിക്കോട്ടെ, LP UP ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന HSST ആയിക്കോട്ടെ, മറ്റു പ്രധാനപ്പെട്ട ഫോഴ്സ് ബാച്ചുകളായിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ക്യാപ്സ്യൂളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ എക്സാംസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് എയ്സ് എന്ന് പറയുന്നത്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. നല്ലൊരു സമയം, ഇനി വരാൻ പോകുന്ന പല എക്സാമുകൾക്കും നല്ലൊരു പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമുക്ക് ഇപ്പോൾ തന്നെ എയ്സിനോടൊപ്പം ആരംഭിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴേക്കൂടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും PSC പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം കറണ്ട് അഫയേഴ്സ് ഒക്കെ യൂസ്ഫുൾ ആവുന്ന ആൾക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ലഭിക്കാൻ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളിലേക്ക് ക്യാപ്സ്യൂളായിട്ട് ഉടൻ തന്നെ എത്തിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.